അർജുൻ കല്യാണിലേക്ക്. അർജുൻ, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? പല ചോദ്യങ്ങൾക്കും അദ്ദേഹം സ്ഥിരമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ആവർത്തിക്കുകയാണ് ഇന്നും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അവിടെ വി കുഞ്ഞികൃഷ്ണൻ കണക്കുകൾ ഇന്ന് തന്നിട്ടുണ്ട്. ആ കണക്കുകൾക്ക് ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകനുണ്ടായോ? അദ്ദേഹം വയനാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വയനാട് വിഷയത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചോദിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു മറുപടി വരുന്നത്, അതോ അദ്ദേഹം എടുത്തു പറയുകയായിരുന്നു? സ്മൃതി, അതായത് പത്രസമ്മേളനം ഇന്ന് 11 മണിക്കാണ് കണ്ണൂരിൽ ആരംഭിച്ചത്. 11 മണിക്ക് പത്രസമ്മേളനം നടത്തി. ഏകദേശം ഒരു 20 മിനിറ്റോളം അദ്ദേഹം സ്വതസിദ്ധമായി ഈ വികസന നേട്ടങ്ങളെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഓരോ പ്രോഗ്രസ് റിപ്പോർട്ട് സംബന്ധിച്ച്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൽ വിമർശനമൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം പത്രപ്രവർത്തകരുമായി പത്രപ്രവർത്തകർ ചോദ്യം ചോദിക്കാനുള്ള അവസരമായിരുന്നു. കൃത്യം 1 മണിക്കൂർ എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ പത്രസമ്മേളനം ഉണ്ടായിരുന്നത്. അതിൽ ഓരോ ചോദ്യങ്ങളും, അതിലിപ്പോൾ ഈ പറയുന്ന പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിലും ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പയ്യന്നൂരിൽ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇനി വീണ്ടും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എതിർപ്പാളയത്തിലേക്ക് പോയി അവിടെ പാർട്ടിയെ തകർക്കാൻ കിട്ടുന്ന വലിയ രീതിയിലുള്ള അവസരങ്ങൾ പരമാവധി മുതലെടുക്കുക എന്ന രീതിയിൽ മാത്രമാണ് അവർ അതിനെയൊക്കെ കാണുന്നത്. ഒരു വസ്തുതയുമില്ലാത്ത കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നേരത്തെ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയും അത് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. തുടങ്ങിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും ഒടുവിലായി നമ്മുടെ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദരേഖ, കരിമണൽ കർഫ്യൂവുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള വിവാദമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചു. ഏറ്റവും അവസാനമായാണ് രേവന്ത് റെഡ്ഡി ഈ പറയുന്ന കേരള മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു തുറന്ന കത്ത്, ആ കത്ത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വികസനത്തിൽ മുന്നോട്ടാണ്, അതുപോലെ തന്നെ യുവാക്കൾ കേരളത്തിൽ നിൽക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഈ പറയുന്ന പരാമർശം ചോദ്യത്തിലുണ്ടായിരുന്നില്ല. അതായത് ഈ പറയുന്ന പോ മോനെ വിജയ എന്നുള്ള ആ പരാമർശം ചോദിച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രതികരണം രേവന്ത് നടത്തിയിരുന്നല്ലോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഭാഗത്ത് അത്തരമൊരു പരാമർശം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം തിരിച്ച് നടത്തുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് പത്രസമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തായതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ പ്രതികരണം ഞാൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൻ്റെ അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ ഇത്രയും വിശദമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഞാൻ നടത്തുന്നില്ല, വിശദമായ പ്രതികരണം ഞാൻ നൽകും എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. മറുപടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്നില്ല, അതിന് തുടർച്ചയുണ്ടാകും എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ മീറ്റ് ദ പ്രസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നതെന്ന് കാണേണ്ടതുണ്ട്. പോ മോനെ ദിനേശ എന്ന സിനിമാ ഡയലോഗ് കടമെടുത്തുകൊണ്ട് പോ മോനെ വിജയ എന്ന രേവന്ത് റെഡ്ഡി ഇവിടെ ശബരിനാഥിന്റെ പ്രചാരണ പരിപാടിയിൽ നടത്തിയ പ്രസംഗം, അതിനുശേഷം എഴുതിയിരിക്കുന്ന പിണറായി വിജയൻ എഴുതിയ തുറന്ന കത്ത്, ഇതാണ് പിണറായി വിജയനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.